സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ട്, ഉലമാ എന്ന് പറഞ്ഞാൽ മൂന്ന് കൂട്ടരാണ്. മൂന്ന് കൂട്ടം ആളുകളാണ് ആലിമുകൾ എന്ന് പറഞ്ഞാൽ. ഒന്ന്, അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുടെ അപകടം എന്താണ്? അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ പേടിയുള്ളവരായിരിക്കും. അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടാവും, പക്ഷെ ദീനിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് ബിദഅത്തുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളാകപ്പെട്ടിട്ടുണ്ടാവും. ധാരാളം സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ വഞ്ചിതരാകും. ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളായിരിക്കും. മുൻകഴിഞ്ഞ അവരുടെ ചില പിഴച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ശിർക്കും കുഫ്റൊക്കെ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഒരു കാറ് പോലും സ്വന്തമായി വാങ്ങിയിട്ടില്ല. ബസ്സിൽ കയറി പോകും, കച്ചവടക്കാരനായിരുന്നു. വരുന്ന ആളുകളോട് വസ്തുവിന്റെ ന്യൂനതകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കച്ചവടം ചെയ്ത ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള മദ്ഹകൾ സാധാരണക്കാരായ ആളുകൾ പറയുന്നത് കാണാം. ആരെ കുറിച്ചാണ് പറയുന്നത്? ഈ ശിർക്ക് ബിദ്അത്തുകൾ നാട്ടിൽ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ. പൊതുജനങ്ങൾ, സാധുക്കളായ ആളുകൾ പെട്ടെന്ന് വഞ്ചിതരായി പോകും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ആ സലാഹിനെ, ആ നന്മയെല്ലാം തകർത്ത് കളയുന്ന ബിദ്അത്തുകൾ ആളുകളുടെ പക്കലുണ്ടാവും. അതിലല്ല കാര്യം. രണ്ടാമത്തെ വിഭാഗം, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ ദീൻ അറിഞ്ഞിട്ടുണ്ട്. ഹറാം ഹലാലുകൾ, ദീനിന്റെ വിധിവിലക്കുകളൊക്കെ അറിയാം, പക്ഷെ അള്ളാഹിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടുണ്ടാവില്ല. മുൻഗാമികൾ പറഞ്ഞു, ഫാസിഖായ ആലിമായിരിക്കും അവൻ. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഭയം ഉണ്ടാവുകയില്ല. ദീൻ കുറെ പഠിച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, വൃത്തികേടുകളിൽ, തോന്നിവാസങ്ങളിൽ ദീൻ പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ ഈ രൂപത്തിൽ അകപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ ഈ ഗണത്തിലുള്ളവനാണ്, ഫാസിഖായ ആലിം. മൂന്നാമത്തെ വിഭാഗം ആരാണ്? അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിന്റെ ദീനും അറിഞ്ഞു. അതാണ് യഥാർത്ഥ ആലിം, അവരാണ് യഥാർത്ഥ ഉലമ. അള്ളാഹുവിനെ അറിഞ്ഞവർ, അള്ളാഹുവിന്റെ ദീനും അറിഞ്ഞവർ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നവർ, അള്ളാഹുവിന്റെ പളപ്പുകളിൽ ഉലമ, അറിവുള്ളവർ മാത്രം. അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിനോടുള്ള അവന്റെ ഭയമെന്ന് പറയുന്നത്, അറിവിനനുസരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നമാ അഅലമുകും ബില്ലാഹി വഅഖ്ശാകും ലഹു അന. നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നവനും അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ.